വലിയ ആക്സിഡന്റുകളും അതുപോലെ തന്നെ വലിയ കൂട്ടിയിടികളും നടക്കുന്ന ഒരു പ്രൗഢ ഏരിയ തന്നെയാണ് അങ്കമാലി കരയാമ്പറമ്പ് സിഗ്നൽ. ഇവിടെ വാഹനങ്ങൾ യഥേഷ്ടം കടന്നു പോകുന്നുണ്ട്. സിഗ്നൽ കൃത്യമായി അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത്. ഇപ്പോൾ നേരെയുള്ളത് റെഡ് സിഗ്നലാണ്. ഇടതുവശത്ത് വരുന്ന വാഹനങ്ങൾക്ക് സിഗ്നലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതവിടെ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ സിഗ്നൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഈ ബസ് പോകുന്ന സൈഡിലോട്ടുള്ള സിഗ്നലുകൾ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ റെഡ് സിഗ്നലാണ്. ഇപ്പോൾ നേരെ പോകേണ്ട ആൾക്കാർക്ക് റെഡ് സിഗ്നലാണ്. അത് ലംഘിച്ചാണ് ഇപ്പോൾ ഈ രണ്ട് ബൈക്കുകളും ഇവിടെ നിന്ന് എടുത്തു പോകുന്നത്. നിയമലംഘനം തന്നെയാണ്. കാരണം റെഡ് കത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ഇടികൾ തന്നെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സിഗ്നൽ വാഹനങ്ങൾ എടുത്തു പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവനും അത് മറ്റൊരുത്തിൻ്റെ ജീവനും ആപത്താണ്. അതുകൊണ്ട് വാഹനങ്ങൾ കൃത്യമായ നിയമങ്ങൾ പാലിച്ച് തന്നെ വാഹനങ്ങൾ ഓടിക്കുക. ഏറ്റവും വലിയ ആക്സിഡൻറ്റുകൾ തന്നെ ഇവിടെ സംഭവിച്ച് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴും ഇവിടെ ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്ന ഒരു ഏരിയ തന്നെയാണിത്. ഇതൊരു KSRTC ബസ്സിൻ്റെ നമ്പറാണ്. സ്വിഫ്റ്റ് ബസ് നമുക്കറിയാം, എപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ബസ്. ഇത് നിയമലംഘനമാണോ? നിങ്ങൾ തന്നെ പറയൂ.